വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14, 20, 26 എന്ന സമാന്തര ശ്രേണിയുടെ 40-ാം പദം എന്ത്? എന്താ കണ്ടുപിടിക്കേണ്ടത്? 40-ാമത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണി തന്നിട്ട് n-ാം പദം കാണാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, n-ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സമാന്തര ശ്രേണിയിൽ അപ്പോൾ ഇതിൽ 3-ാമത്തെ പദം 26ആണ്. ഇങ്ങനെ പോകുമ്പോൾ 8-ാമത്തെ പദം എന്ത്, 7-ാമത്തെ പദം എന്ത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് n-ാം പദം. n-ാം പദം കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ a എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദമാണ്. a എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദം. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അഥവാ ഡിഫറൻസ് എന്ന് പറയും. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അഥവാ ഡിഫറൻസ്. അത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള, അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡി എന്ന് വിളിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണെന്ന് പറഞ്ഞു. നമുക്ക് തന്നിട്ടുള്ള സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എത്രയാണ്? 14ആണ്. അപ്പോൾ ഇവിടെ 14 പ്ലസ് n-ാം പദം കണ്ടുപിടിക്കേണ്ടത്. n-ാം പദം എത്രയാണ്? ഇവിടെ 40ആണ് അല്ലേ? n എന്ന് പറയുന്നത് എത്രയാണ്? 40ആണ്. അപ്പോൾ 40, n-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 40 മൈനസ് 1 ഇൻറ്റു എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി. ഡി എത്രയാണ്? പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കുറയ്ക്കണം. അതായത് 20 നിന്ന് 14 കുറച്ചാൽ എത്രയാണ്? 20 മൈനസ് 14, 26 മൈനസ് 20, ഇതെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ എത്രയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്? 26 നിന്ന് 20 പോയാൽ എത്രയാണ്? 6ആണ് അല്ലേ? 20 നിന്ന് 14 പോയാൽ 6 തന്നെയാണല്ലോ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം തിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ് പൊതുവ്യത്യാസം? 6ആണ്. അപ്പോൾ ഇതിനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി നോക്കാം. 14 പ്ലസ് 40 മൈനസ് 1 ഇൻറ്റു 6. നമുക്ക് ചെയ്യാം. 14 പ്ലസ് 40 നിന്ന് 1 പോലെ എത്രയാണ്? 39 ഇൻറ്റു 6. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 39നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 39 ഇൻറ്റു 6. 9 ഇൻറ്റു 6 എത്രയാണ്? 54, ബാക്കി 5, 3 6 18, 18 5 23. 234നോട് ഇനി എത്ര കൂട്ടണം? 14 കൂട്ടണം. ഇവിടെ 14 കൂട്ടി നോക്കാം. അപ്പോൾ എത്രയായി? 4 4 8, 3 1 4, 2. അപ്പോൾ ഇതിലാണ് 248. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 248ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വയ്ക്കുക. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന രീതിയിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. a എന്താണെന്ന് അറിയണം, d എന്താണെന്ന് അറിയണം, n എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.